സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 44 മാർക്ക്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. മാർക്ക് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാം? റോഹ, മംഗലാപുരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. റോഹ, മംഗലാപുരം. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ റോഹ, മംഗലാപുരം. ലാൻഡ് ഓഫ് ഹൈ പാസസ്. ലാൻഡ് ഓഫ് ഹൈ പാസസ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ലാൻഡ് ഓഫ് ഹൈ പാസസ് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ലഡാക്ക്. ലാൻഡ് ഓഫ് ഹൈ പാസസ് എന്നറിയപ്പെടുന്നത് ലഡാക്ക്. ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ശ്രീനഗറിനെ കാർഗിലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ശ്രീനഗറിനെ കാർഗിലുമായിട്ട് ബന്ധിപ്പിക്കുന്നു സോജിലാ ചുരം. സോജിലാ ചുരം ശ്രീനഗറിനെ കാർഗിലുമായിട്ട് ബന്ധിപ്പിക്കുന്നു. സോജിലാ ചുരം. ഗവൺമെന്റ്സ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക് എന്ന വാചകം ആലേഖനം ചെയ്തിരിക്കുന്ന നിയമസഭാ മന്ദിരം ഏത്? ഗവൺമെന്റ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക് എന്ന് ആലേഖനം ചെയ്തിരിക്കുന്ന നിയമസഭാ മന്ദിരം ഏത്? വിധാൻ സൗദയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വിധാൻ സൗദ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇഞ്ചി ഗവേഷണ കേന്ദ്രം. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ്. വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അമ്പലവയൽ, വയനാട് ജില്ല. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകിയ 73ാം ഭേദഗതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി. അപ്പൊ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകിയത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 73ാം ഭേദഗതിയിലൂടെയാണ്. 73ാം ഭേദഗതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. PV നരസിംഹറാവു. ഓപ്ഷൻ സി ആണ് ഉത്തരം. PV നരസിംഹറാവു. മണ്ണിനു പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്ന രീതി ഏതാണ്? മണ്ണിനു പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്ന രീതി ഏത്? ഹൈഡ്രോപോണിക്സ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ്. ഈട് നൽകി വായ്പയെടുക്കാൻ സ്വന്തമായ വസ്തുവകകൾ ഇല്ലാത്ത ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ പദ്ധതികൾ ആരംഭിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ഈട് നൽകിയിട്ട് വായ്പ എടുക്കാൻ സ്വന്തമായിട്ട് വസ്തുവകകൾ ഇല്ലാത്ത ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ പദ്ധതികൾ ആരംഭിക്കുന്നതിനായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസം. പദ്ധതിയുടെ പേര് ആശ്വാസം എന്നാണ്. 1913 ഓസോൺ പാളി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെ? 1913 ഓസോൺ പാളി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെ? ചാൾസ് ഫാബ്രി, ഹെൻറി ബിഷൻ. ചാൾസ് ഫാബ്രി, ഹെൻറി ബിഷൻ എന്നിവരാണ് 1913 ഓസോൺ പാളി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ. ചാൾസ് ഫാബ്രി, ഹെൻറി ബിഷൻ. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ. പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് നീതി ആയോഗ് ആണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ നീതി ആയോഗ്. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ്. അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ. അശോക് കുമാർ ലാഹിരി. എന്റെ വഴിത്തിരിവ്. എന്റെ വഴിത്തിരിവ് എന്നത് ആരുടെ ആത്മകഥയാണ്? എന്റെ വഴിത്തിരിവ് എന്നത് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ്. പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയുടെ പേരാണ് എന്റെ വഴിത്തിരിവ് എന്നത്. കൗമുദി, ഹരിതശ്രീ. കൗമുദി, ഹരിതശ്രീ എന്നിവ ഏത് പച്ചക്കറിയുടെ ഇനങ്ങളാണ്? കൗമുദി, ഹരിതശ്രീ എന്നിവ പടവലത്തിന്റെ ഇനങ്ങളാണ്. പടവലത്തിന്റെ ഇനങ്ങളാണ് കൗമുദി, ഹരിതശ്രീ എന്നിവ. പടവലം. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എത്ര വർഷം? രാജ്യസഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷമാണ് രാജ്യസഭാംഗങ്ങളുടെ കാലാവധി. രാജ്യസഭയിൽ എത്ര ഭാഗം അംഗങ്ങളാണ് ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുന്നത്? രാജ്യസഭയിൽ എത്ര ഭാഗം അംഗങ്ങളാണ് ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുന്നത്? 1/3 ഭാഗമാണ്. 1/3 ഭാഗം അംഗങ്ങളാണ് ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുന്നത് രാജ്യസഭയിൽ. സൈബർ നിയമങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? സൈബർ നിയമങ്ങൾ ഉൾപ്പെടുന്നത് ഏത് വിഭാഗത്തിലാണ്?
അവശേഷിക്കുന്ന അധികാരത്തിലാണ് സൈബർ നിയമങ്ങൾ ഉൾപ്പെടുന്നത്. അവശേഷിക്കുന്ന അധികാരങ്ങൾ. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദി ഏതാണ്? ചാലക്കുടിപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദി ചാലക്കുടിപ്പുഴ. ആദ്യത്തെ നദി പെരിയാറാണ്. ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത് എന്ന് കമന്റ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും കൂടിയ രണ്ടാമത്തെ നദി ഏത് എന്ന് കമന്റ് ചെയ്യുക. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത. ആദ്യത്തെ വനിത ആര്? ആറന്മുള പൊന്നമ്മയാണ്. JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മ. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏത് രാജ്യം? 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഇന്ത്യയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏതാണ്? ഇന്ത്യ. കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ നിറം ഏതാണ്? കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ നിറമാണ് ഓലോ എന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഓലോ. ലോക നാളികേര ദിനമായി ആഘോഷിക്കുന്നത് എന്ന്? ലോക നാളികേര ദിനം സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായിട്ട് ആഘോഷിക്കുന്നത്. സെപ്റ്റംബർ 2. കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? എത്ര സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ്? 742 ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, 742. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ ഏത് പദ്ധതിയുമായിട്ടാണ് ലയിപ്പിച്ചത്? സർവശിക്ഷ അഭിയാൻ പദ്ധതിയുമായിട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ ലയിപ്പിച്ചത്. സർവശിക്ഷ അഭിയാൻ. നഗരപാലിക സംവിധാനം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത്? 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നഗരപാലിക സംവിധാനം നിലവിൽ വന്നത്. 74ാം ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായിട്ട് താമരയെ അംഗീകരിച്ച വർഷം ഏത്? ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? താമരയാണ്. ഇന്ത്യ ദേശീയ പുഷ്പമായിട്ട് താമരയെ അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26. അടുത്ത ചോദ്യം, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആര്? ആദ്യത്തെ മലയാളി വനിത സഫ്രീന ലത്തീഫ് ആണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണറാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ. നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർക്കാണ്. നിയമസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ആർക്കാണ്? ഗവർണർക്കാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ്? സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ്. ഏകദേശം 25 കിലോമീറ്റർ ഉയരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ കാലാവധി എത്ര വർഷം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ കാലാവധി 5 വർഷമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മിറ്റി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മിറ്റി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ലോക വ്യാപാര സംഘടന എന്തിന്റെ പിൻഗാമിയായിട്ടാണ് നിലവിൽ വന്നത്? ഘാട്ടിന്റെ പിൻഗാമിയായിട്ടാണ് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. ഘാട്ട്.
ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർ ബാങ്കിങ് നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർ ബാങ്കിങ് നടപ്പിലാക്കിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർ ബാങ്കിങ് നടപ്പിലാക്കിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പാലക്കാട് ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ ആര്? പാലക്കാട് ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ TR കൃഷ്ണസ്വാമി അയ്യറാണ്. TR കൃഷ്ണസ്വാമി അയ്യറാണ് പാലക്കാട് ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ. പാലിയം സത്യാഗ്രഹം ആരംഭിച്ച തീയതി? പാലിയം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 1947 ഡിസംബർ 4 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹം ആരംഭിച്ചത്. 1947 ഡിസംബർ 4. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് 1 ടൺ ഡാഷിന് തുല്യമാണ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് 1 ടൺ കാർബൺ ഡയോക്സൈഡിന് തുല്യമാണ്. 1 ടൺ കാർബൺ ഡയോക്സൈഡിന് തുല്യമാണ് ഒരു കാർബൺ ക്രെഡിറ്റ്. വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകുവാനുള്ള നീലമായി ഉപയോഗിക്കുന്ന അലൂമിനിയത്തിന്റെ നീല നിറമുള്ള ധാതു ഏത്? അലൂമിനിയത്തിന്റെ നീല നിറമുള്ള ധാതുവാണ് ലാപ്പീസ് ലസൂലി എന്നത്. ലാപ്പീസ് ലസൂലി എന്നത് അലൂമിനിയത്തിന്റെ നീല നിറമുള്ള ധാതുവാണ്. ഇത് വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകുവാനായിട്ടുള്ള നീലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലാപ്പീസ് ലസൂലി. നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില എത്രയാണ്? നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില എത്രയാണ്? 126.2 K ആണ്. 126.2 K ആണ് നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില. 126.2 K. വാഷിംഗ് മെഷീനിന്റെ പ്രവർത്തന തത്വം. വാഷിംഗ് മെഷീനിന്റെ പ്രവർത്തന തത്വം അപകേന്ദ്ര ബലമാണ്. അപകേന്ദ്ര ബലം വാഷിംഗ് മെഷീനിന്റെ പ്രവർത്തന തത്വം. ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യമായതുമായ കാർബണിന്റെ ഐസോട്ടോപ്പ് ഏത്? ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യമായതുമായ കാർബണിന്റെ ഐസോട്ടോപ്പാണ് കാർബൺ 12. ഓപ്ഷൻ എ ആണ് ഉത്തരം. കാർബൺ 12. പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം. പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യമാണ്. പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ്. വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് ആണ് പോയിസ്യൂൾ. വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് ഏതാണ്? പോയിസ്യൂൾ. ഹൈപ്പർ തൈറോയിഡിസം ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? ഹൈപ്പർ തൈറോയിഡിസം ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് അയോഡിൻ 131 ആണ്. I131. ഹൈപ്പർ തൈറോയിഡിസം ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയോഡിൻ 131. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകാൻ സഹായിക്കുന്ന ഹോർമോൺ കാൽസിട്ടോണിൻ ആണ്. കാൽസിട്ടോണിൻ. ISRO രൂപീകൃതമായ വർഷം ഏത്? ISRO രൂപീകൃതമായ വർഷം 1969. ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി. ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ചത് കാസിമിർ ഫങ്ക് ആണ്. കാസിമിർ ഫങ്ക്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി. അവസാനത്തെ ചോദ്യം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, രാഷ്ട്രപതി. അപ്പൊ ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.